നമസ്കാരം. ഇറാനിൽ വീണ്ടും ട്രംപിന്റെ ബോംബാക്രമണം. ഇറാന്റെ കപ്പലിൽ മിസൈൽ സ്ഫോടനം. ഹോർമുസ് കടലിടുക്ക് തുറക്കുവാനുള്ള അമേരിക്കൻ നീക്കത്തിന് തുടക്കമായി. കഴിഞ്ഞ ദിവസം ആരംഭിച്ച പ്രോജക്ട് ഫ്രീഡം എന്ന സൈനിക നീക്കത്തിനിടെ 6 ഇറാനിയൻ ബോട്ടുകൾ അത് തകർത്ത് കളഞ്ഞിരിക്കുന്നു. ഒപ്പം തന്നെ മിസൈലുകളും ഡ്രോണുകളും വെടിവെച്ചിട്ടതായിട്ട് കൂടി US സൈന്യം അറിയിച്ചിരിക്കുന്നു. ഫെബ്രുവരി 28 യുദ്ധം ആരംഭിച്ചത് മുതൽ തന്ത്രപ്രധാനമായിട്ടുള്ള ഈ ജലപാത ഇറാൻ അടച്ചിട്ടിരിക്കുകയായിരുന്നു. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ നേരിട്ടുള്ള നിർദ്ദേശപ്രകാരമാണ് ഈ ദൗത്യം തന്നെ ആരംഭിച്ചത്. ആഗോള എണ്ണവാതക വിതരണത്തിന്റെ 1/5 കടന്നുപോകുന്ന ഹോർമുസ് കടലിടുക്കിന്റെ നിയന്ത്രണം ഇറാനിൽ നിന്ന് തിരിച്ചു പിടിക്കുക എന്നതാണ് ഈ നീക്കത്തിലൂടെ ലക്ഷ്യമിടുന്നത്. ഇതിനായിട്ടൊരു വൻ സന്നാഹമാണ് അമേരിക്ക ആ മേഖലയിലാകെ ഒരുക്കിയിരിക്കുന്നത്. അതിനിടെ മേഖലയിൽ വെടിനിർത്തൽ നിലനിൽക്കുന്നുണ്ടോ എന്ന കാര്യത്തിൽ US സെൻട്രൽ കമാൻഡ് മേധാവി അഡ്മിറൽ ബ്രാഡ് കൂപ്പർ വ്യക്തമായിട്ടുള്ള മറുപടി നൽകുന്നില്ല. കഴിഞ്ഞ മാസം 8-ന് വെടിനിർത്തൽ പ്രഖ്യാപിച്ചിരുന്നുവെങ്കിലും തിങ്കളാഴ്ച UAE നേരെ ഡ്രോൺ ആക്രമണം നടത്തുന്ന ഉൾപ്പെടെയുള്ള പ്രകോപനങ്ങൾ ഇറാന്റെ ഭാഗത്ത് നിന്നും ഉണ്ടായതായിട്ട് അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നുണ്ട്. അമേരിക്കയുടെ നീക്കത്തെ പ്രതിരോധിക്കാൻ ഇറാനിയൻ റവല്യൂഷണറി ഗാർഡ് ശ്രമിക്കുന്നതായിട്ട് കൂപ്പർ സമ്മതിക്കുകയും ചെയ്തു. കപ്പലുകൾക്ക് നേരെ ഇറാൻ തൊടുത്തുവിട്ട ക്രൂയിസ് മിസൈലുകളുടെയും ഡ്രോണുകളുടെയും പ്രതിരോധ ആയുധങ്ങൾ ഉപയോഗിച്ച് തകർത്തതായിട്ട് കൂടി അമേരിക്ക അവകാശപ്പെടുന്നു. മേഖലയിൽ ഇറാൻ സൈന്യം അമേരിക്കൻ സേനയുടെ പരിസരത്ത് നിന്ന് വിട്ടുനിൽക്കണമെന്ന് അദ്ദേഹം മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. 15,000-ഓളം വരുന്ന സൈനികർ, യുദ്ധക്കപ്പലുകൾ, 100-ലധികം വരുന്ന വിമാനങ്ങൾ, അന്തർവാഹിനികൾ എന്നിവയാണ് പ്രോജക്ട് ഫ്രീഡത്തിൽ പങ്കെടുക്കുന്നത്. വാണിജ്യ കപ്പലുകളെയും സ്വന്തം സേനാ വിഭാഗങ്ങളെയും സംരക്ഷിക്കുവാൻ ആവശ്യമായിട്ടുള്ള എല്ലാ അധികാരവും സൈനിക കമാൻഡർമാർക്ക് നൽകിയിട്ടുണ്ട് എന്ന് കൂപ്പർ വ്യക്തമാക്കുന്നുണ്ട്. കപ്പലുകളെ കേവലം അകമ്പടി സേവിക്കുന്നതിലുപരിയായ ബഹുമുഖ പ്രതിരോധ സംവിധാനമായിട്ടാണ് അവർ ഒരുക്കിയിരിക്കുന്നത്. കടലിടുക്കിൽ കഴിഞ്ഞ ദിവസം ദക്ഷിണ കൊറിയൻ കപ്പലിന് നേരെ സ്ഫോടനം ഉണ്ടാകുന്നു. അത് അമേരിക്കയുടെ ദൗത്യത്തിന്റെ ഭാഗമായിരുന്നില്ല എന്ന് ട്രംപ് അറിയിക്കുന്നു. അപ്പൊ ഇത്തരം ആക്രമണങ്ങളെ ചെറുക്കാൻ ദക്ഷിണ കൊറിയ കൂടി US നീക്കത്തിൽ പങ്കാളികളാണ് എന്ന് കൂടിയാണ് അദ്ദേഹം നിർദ്ദേശിക്കുന്നത്. 7 ഇറാനിയൻ ബോട്ടുകളെ തകർത്തതായിട്ട് ട്രംപ് വ്യക്തമാക്കുമ്പോഴും കടലിടുക്കിലെ ഇറാനിയൻ മൈനുകൾ നീക്കം ചെയ്തുകൊണ്ടാണ് ദൗത്യത്തിന്റെ ആദ്യഘട്ടം ആരംഭിച്ചത്. സുരക്ഷിത പാത തെളിയിക്കുന്നതിന് 2 അമേരിക്കൻ ചരക്ക് കപ്പലുകളെ കടലിടുക്കിലൂടെ വിജയകരമായിട്ട് കടത്തിവിടുകയും ചെയ്തു. എന്നാൽ വാണിജ്യ കപ്പലുകൾ കടന്നുപോയി എന്ന വാദം ഇറാൻ തള്ളുകയാണ്. തങ്ങളുടെ കപ്പലുകൾ തകർത്തെന്ന വാർത്തയും ഇറാൻ മാധ്യമങ്ങളടക്കം നിഷേധിക്കുന്നു. ഹെലികോപ്റ്ററുകൾ, വിമാനങ്ങൾ, ഇലക്ട്രോണിക് വാർഫെയർ സംവിധാനങ്ങൾ എന്നിവ ഉപയോഗിച്ചുള്ള വിപുലമായിട്ടുള്ള സുരക്ഷയാണ് കപ്പലുകൾക്ക് നൽകുന്നത്. അപ്പാച്ചെ സീഹോക്ക് ഹെലികോപ്റ്ററുകൾ ഉപയോഗിച്ചാണ് ഇറാനിയൻ അതിവേഗ ബോട്ടുകൾ തകർത്തതെന്ന് അഡ്മിറൽ കൂപ്പർ വിശദീകരിക്കുകയും ചെയ്തു. ഇറാൻ ഏർപ്പെടുത്തിയ ഉപരോധം മൂലം തടസ്സപ്പെട്ട ആഗോള ഊർജ്ജ വിതരണം പുനഃസ്ഥാപിക്കുകയാണ് ലക്ഷ്യമെന്ന് അവർ അവകാശപ്പെടുന്നുണ്ട്. അപ്പോൾ ഇറാന്റെ ഭീഷണിയെ തുടർന്ന് 87 രാജ്യങ്ങളിൽ നിന്നുള്ള കപ്പലുകൾ നിലവിൽ ഗൾഫ് മേഖലയെ കുടുങ്ങിക്കിടക്കുകയാണ്. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ എണ്ണ ടാങ്കറുകൾ ഉൾപ്പെടെ 800-ലധികം കപ്പലുകൾ ഈ മേഖലയിൽ നിന്ന് സിഗ്നലുകൾ നൽകിയിട്ടുണ്ട്. അപ്പോൾ ഈ കപ്പലുകൾക്ക് സുരക്ഷിതമായിട്ട് കടന്നു പോകുവാൻ US സൈന്യം പ്രോത്സാഹനം നൽകി വരികയാണ്. കപ്പൽ കമ്പനികളുമായി നിരന്തരം ബന്ധപ്പെടുന്നുണ്ട് എന്ന് ഗതാഗതം പുനരാരംഭിക്കുവാനുള്ള നീക്കത്തിന് മികച്ച പ്രതികരണമാണ് ലഭിക്കുന്നത് എന്ന് അമേരിക്ക പറയുമ്പോഴും ഇറാന്റെ കപ്പലുകൾ പുറത്തു പോകുന്നതും അകത്തു വരുന്നതും തടഞ്ഞുകൊണ്ടുള്ള അമേരിക്കൻ ഉപരോധം ശക്തമായി തുടരുകയാണെന്നുള്ള അവകാശവാദം കൂടി അവർ മുന്നോട്ട് വയ്ക്കുമ്പോൾ ഇറാനിൽ ഈ പറയുന്ന പോലെ വീണ്ടും ട്രംപിന്റെ ബോംബാക്രമണം ശക്തമാക്കുകയാണ്. ഇറാന്റെ കപ്പലുകളിൽ മിസൈൽ സ്ഫോടനം നടത്തി അവരെ വീണ്ടും തച്ചു തകർക്കുവാനുള്ള ശ്രമം നടത്തുന്നു എന്നുള്ളതിന്റെ സൂചനകൾ വരുന്നു. ഈ യുദ്ധം അവസാനിക്കുന്നില്ല എന്നുള്ളതാണ്.